മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് കുറേ മിലിറ്ററിക്കാർക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു അനുഭവം ഉണ്ടായി. ഇന്നത്തെ പത്രത്തിൽ ഉൾപ്പെടെ നിങ്ങൾ കണ്ടു കാണും. ജമ്മു കാശ്മീരിലെ മുസ്ലിം പെൺകുട്ടികളും പിന്നെ കുറേ ആൺകുട്ടികളും, ആദ്യമായിട്ടാണ് പെൺകുട്ടികളുടെ ഫോട്ടോ വരുന്നത്, ഇന്ത്യൻ മിലിറ്ററിക്കെതിരെ കല്ലെറിയുന്ന ഒരു സീൻ. സ്വന്തം നാട്ടിൽ, സ്വന്തം മണ്ണിൽ, സ്വന്തം ജനത, ഈ രാഷ്ട്രത്തിൻ്റെ മക്കള്, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവര്, അവരെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു പട്ടാളത്തിന് നേരെ കല്ല് വലിച്ചെറിയുന്ന ഒരവസ്ഥ. അത് ഏറ്റവും ഒരു രാഷ്ട്രത്തിൽ വേദനിക്കുന്നതാണ്. എൻ്റെ മക്കളെ എനിക്കെതിരെ കല്ല് വലിച്ചെറിയുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്കെതിരെ കല്ല് വലിച്ചെറിയുക, അതിന് തുല്യമാണല്ലോ. രക്ഷിക്കുന്ന വ്യക്തികളെ കല്ലെറിയുന്ന താറ സംസ്കാരം കാണിക്കുന്ന ഒരു വിഭാഗം. വിഷയം അതല്ല. അങ്ങനെയുള്ളത് സംഭവിക്കുന്ന ഭാരതത്തില് ഡൽഹി എയർപോർട്ടിലേക്ക് ഒരു വിഭാഗം ഇന്ത്യൻ പട്ടാളക്കാർ എന്തോ ആവശ്യത്തിന് പെട്ടെന്ന് ഇറങ്ങി എവിടേക്കോ പോകുന്നു, എൻ റൂട്ടില്. ഈ പട്ടാളക്കാര് എയർപോർട്ടിലേക്ക് ഇറങ്ങി അവിടെ നടന്നപ്പോൾ അവിടെ കൂടിയവരെല്ലാം അസാധാരണമായിട്ട് കൈയടിച്ച് അഭിനന്ദിച്ചു അത്രേ അവരെ. അവർക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അതൊക്കെ ശരീരത്തിന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ മനസ്സിന് കിട്ടിയ ഇഞ്ചക്ഷൻ, അതാണ് ഈ കയ്യടിയും അഭിനന്ദനവും. അവിടെ കൂടിയിരുന്നവരെല്ലാം വന്ന് ഈ പട്ടാളക്കാർക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കലും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കലും, ഇതെല്ലാം കൂടെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു എന്ന് ഡിഫൻസ് ന്യൂസിലും വന്നു. നമ്മളത് ധർമ്മ ന്യൂസിൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ അത് TV-യിലും വരികയുണ്ടായി. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ വേറൊരു കാര്യം പറയാനാണ്. 3 ദിവസം മുമ്പോ ഇന്നലെയാണ് ഇന്നലത്തെ പത്രത്തില് നമ്മുടെ ഇടുക്കി ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും ശ്രീറാം വെങ്കട്ടരാമനും മറ്റേ ആള് ബൽരാജോ എന്തോ പേര്, അവരുടെ ഡ്രൈവറുടെ മകളുടെ കല്യാണത്തിന് തൊടുപുഴയിലേക്ക് വന്നപ്പോൾ അവിടെ ഉള്ളവരെല്ലാം വന്ന് സെൽഫി എടുക്കുന്ന ഒരു ചിത്രം കണ്ടു. ഈ കളക്ടറുടെയും ഡെപ്യൂട്ടി കളക്ടറുടെയും മുഖത്ത് അസാധാരണമായ ചിരിയുണ്ടായിരുന്നു. അസാധാരണമായ ചിരി. പക്ഷെ ഫോട്ടോ എടുത്തത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം. എങ്കിലും അൽഫോൺസ് കണ്ണന്താനം ഈ IAS കിട്ടിയവർക്ക് എല്ലാവർക്കും ഒരു ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞ വരികൾ വാട്സപ്പിൽ വന്നത് 2-3 ദിവസം മുമ്പുള്ള ഞാൻ കാണുകയുണ്ടായി. ഈ രഘുരാമിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് വലിയ സദസ്സാണ്. പക്ഷെ ക്യാമറ അൽഫോൺ കണ്ണന്താനത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സദസ്സിൽ എത്ര പേരുണ്ടെന്ന് കാണാൻ പറ്റിയില്ല. നിങ്ങൾ ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകണം. മന്ത്രിമാരല്ല ഈ നാട് ഭരിക്കുന്നത്, നിങ്ങളായി നാട് ഭരിക്കേണ്ടത്. നിങ്ങൾക്ക് മന്ത്രിമാരോടല്ല വിധേയത്വം, രാഷ്ട്രത്തോടും ധർമ്മത്തോടും ജനങ്ങളോടുമാണ് വിധേയത്വം. എന്നിട്ട് ഈ അൽഫോൺ കണ്ണന്താനം ഡൽഹിയിൽ ചെയ്ത കാര്യം വളരെ വ്യക്തമായിട്ട് പറയേണ്ടായി. കോൺഗ്രസ് നേതാവ് ബൽറാം ഝാക്കർ 1400 സിഖുകാരെ കൊന്ന ആ മനുഷ്യൻ എത്ര ഗവൺമെന്റ് ലാൻഡാണ് സ്വന്തമായിട്ട് അടക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് VIP-മാരും മന്ത്രിമാരും മറ്റു പാർട്ടിയിലുള്ളവരും, കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമല്ല, മറ്റു പാർട്ടിയിലുള്ളവരും ഗവൺമെന്റ് ലാൻഡ് വെച്ചിരിക്കുന്നതും കെട്ടിടം 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പെർമിഷൻ ഇല്ലാതെ കെട്ടിടം വെച്ചിരിക്കുന്നത്, ടാക്സ് കൊടുക്കാത്തതും, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കാത്തത് തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം അതിനെതിരെ അതിശക്തമായിട്ട് നടപടിയെടുത്തു. അദ്ദേഹം പറയുകയുണ്ടായി, അതിന്റെ പരിണിത ഫലം എന്നെ വേറൊരു വകുപ്പിലേക്ക് മാറ്റി. അവിടെ ഒപ്പിടൽ മാത്രമായിരുന്നു, അവിടെ ഞാൻ വെറുതെ ഇരുന്നില്ല പറഞ്ഞു. പെട്ടെന്ന് ഓർമ്മ വന്ന ഋഷി രാജസിംഗിനെയാണ്. അദ്ദേഹത്തിനെ എവിടെ ഇട്ടോ അദ്ദേഹം ഇടതും വലതും നോക്കാറില്ല, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിട്ടേ ഇറങ്ങി പുറപ്പെടുള്ളൂ. അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇട്ടാലും വിജിലൻസിൽ ഇട്ടാലും വിരോധമില്ല, കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇട്ടാലും വിരോധമില്ല, കോർപ്പറേഷന്റെ തൊഴിലാളിയായിട്ട് ഇട്ടാലും വിരോധമില്ല. എവിടെ ഇട്ട് കഴിഞ്ഞാൽ ഋഷി രാജസിംഗ് ചെയ്യാനുള്ളത് ചെയ്യുന്ന ചങ്കൂറ്റം. അത് അൽഫോൺ കണ്ണന്താനം പറഞ്ഞില്ല. അൽഫോൺ കണ്ണന്താനം പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഏത് പാർട്ടിയിലാണെന്നും അതിന്റെ ഉത്തരവാദിത്വം എന്താണെന്നും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. ഭയങ്കര കയ്യടിയായിരുന്നു. ഇത് ഈ ശ്രീറാം വെങ്കട്ടരാമന്റെ പേര് അടക്കം എടുത്തു പറഞ്ഞതുകൊണ്ട് ഇത് എവിടെ വെച്ച് നടന്നതാണെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അൽഫോൺ കണ്ണന്താനത്തിന്റെ സ്പീച്ച് അതെല്ലാം കഴിഞ്ഞ് ഈ സെൽഫി എടുക്കുന്ന തൊടുപുഴയിലെ സീനും കൂടി കണ്ടപ്പോൾ തളരാത്ത ഒരു കളക്ടറും തകരാത്ത ഒരു ഡെപ്യൂട്ടി കളക്ടറും സന്തോഷം തോന്നി.
ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആണുങ്ങളെ പോലെ ജീവിക്കണം. അത് ഭീഷ്മർക്ക് നേരെ അസ്ത്രം ചെയ്യാൻ ഇടയ്ക്ക് ഒരുവനെ നിർത്തിയ പേര് നിങ്ങൾക്കറിയുമായിരിക്കും. ഒരു ശിഖണ്ഡിയായിട്ട് ജീവിക്കരുത്. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്, കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതമനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. കശ്മലമായിട്ടുള്ള ഈ തളർച്ച എവിടെ നിന്ന് അർജുന നിനക്ക് ഇപ്പൊ വന്നത്? കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻ മുമ്പിൽ വരുമ്പോൾ നിനക്ക് ഈ തളർച്ച എങ്ങനെയാ വന്നത്? അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം, അകീർത്തികരമായിട്ടുള്ളത്, ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത്. അതുപോലെ തന്നെ അസ്വർഗ്യം, നിനക്ക് നിന്റേതായിട്ടുള്ള ക്ഷത്രിയ സ്വർഗത്തെ തരാത്തത്. എങ്ങനെയാ നിനക്ക് കശ്മലമിതം, കശ്മലമായിട്ടുള്ള ചിന്താധാരകൾ എങ്ങനെയാ വന്നത്? എന്തുണ്ട് കൃഷ്ണൻ പറയുന്നത്? ക്ലൈഭ്യം മാസ്മഗമ പാർത്ത, നെവർ ബിക്കം ആൻ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി. ക്ലീബത്വം നിനക്ക് പാടില്ല. ഒന്നില്ലെങ്കിൽ ആണ അല്ലെങ്കിൽ പെണ്ണ, രണ്ടിനെയും ഇടയ്ക്കാവല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ഈ ഷിജു, ഉദയഭാരതത്തിലെ ഷിജു എന്ന് പറഞ്ഞ് രാപ്പകൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പറയുകയുണ്ടായി. ഇവിടത്തെ മോഹൻലാലിനും എം ടി വാസുദേവൻ നായർക്കും ഇവിടത്തെ ഈ ദിലീപിനും മഞ്ജു വാര്യർക്കും കാവ്യാക്കും വേണ്ടിയിട്ടൊക്കെ ഒച്ചയെടുത്ത ആണുങ്ങള് എന്തുകൊണ്ട് ശ്രീറാം വെങ്കിട്ടരാമന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല? അവിടുത്തെ കളക്ടർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ ഉയർത്തുകയും അവരെ ചങ്കൂറ്റത്തോടു കൂടിയുള്ള സപ്പോർട്ടും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷിജു എഴുതേണ്ടായി. സത്യമാണെന്ന് എനിക്ക് തോന്നി. വേറെ പലരും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഒരു ചെറിയ ഡ്രൈവറുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്ത ഇവരുടെ മുമ്പിൽ സെൽഫി എടുക്കാനും വളരെ ഗംഭീരമായിട്ട് അവർക്ക് ആത്മവിശ്വാസം തോന്നത്തക്ക വിധത്തില് ഡൽഹി എയർപോർട്ടിലെ പട്ടാളക്കാർക്ക് തോന്നിയ ആ മനോവികാരം പോസിറ്റീവായിട്ടുള്ളത് അത് ഇവർക്ക് കൊടുക്കാൻ സാധിച്ചത് ഗംഭീരായി. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ജീവിക്കുകയാണെങ്കിൽ നിമിഷം ജ്വലിതം ശ്രേയം നതുധൂമായിത്തും ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. നിരന്തരം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. എന്തു വരട്ടെ, ടി പി സെൻകുമാറിന് ഇപ്പൊ സംഭവിച്ചതല്ലേ? കോടതി പോയി, സുപ്രീം കോടതി പോയിട്ട് പയറ്റി തെളിഞ്ഞ് ചിരിച്ചുകൊണ്ട് വന്നില്ലേ? ഒരു ജന്മം സഫലമായില്ലേ? ഭാരതത്തിന് മുഴുവനും മാതൃകയായിക്കൊണ്ട്. അങ്ങനെ വേണം. ജ്വലിച്ചുകൊണ്ട് കുറെ കാലം നിലനിന്ന ആളായിരുന്നു നമ്മുടെ TN ശേഷൻ. പക്ഷെ പിന്നീട് അങ്ങ് തെറിച്ചുപോയി. ശിവസേനയുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ഒക്കെ ആയിട്ട് അങ്ങ് തകർന്നു. അല്ലെങ്കിൽ കേരളം ഉറ്റുനോക്കിയൊരു വ്യക്തിയായിരുന്നു ശ്രീ TN ശേഷൻ. ഏതായാലും അത് ഞാനൊരു ചെറിയ നെഗറ്റീവ് പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം ഇലക്ഷനിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഇന്നും ലോകം അംഗീകരിക്കുന്നത് തന്നെയാണ്, ഭാരതം അംഗീകരിക്കുന്നതാണ്. നിങ്ങളോട് ഓരോരുത്തരും പറഞ്ഞു, ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. ശ്രീറാം വെങ്കട്ടരാമനും അത് അവിടുത്തെ കളക്ടറും CPIയിലെ സപ്പോർട്ട് ചെയ്യുന്ന മന്ത്രിമാരും കുറച്ചു കാലത്തേക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ ആയിരിക്കും അവർ, കാരണം അവർക്ക് നിന്ന് പിഴയ്ക്കണ്ടേ 5 വർഷം. അതുപോലെ കാനം രാജേന്ദ്രൻ ഒരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനെ എത്ര ദിവസത്തേക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും എല്ലാം കൂടി സത്യമേവ ജയതേ നാനൃതം സത്യേന ബന്ധാവിതോ ദേവയാന എന്ന ഉപനിഷത്തിലെ വരികള് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം വനസ്തത്കവയോ വദന്തി. ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്, ചൈതന്യവത്തായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ജാഗ്രത, ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്നുള്ളത് ഓർമ്മിക്കുക. പ്രാപ്യവരാ നിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി മുമ്പോട്ട് പോവുക. ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം വനസ്തത്കവയോ വദന്തി. ബാർബറുടെ കയ്യിലുള്ള മൂർച്ചയുള്ള കത്തി, ബാർബറുടെ കയ്യിലുള്ള മൂർച്ചയുള്ള കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തു കൂടെ നടക്കുന്നത് എത്രത്തോളം ദുഷ്കരമാണോ അത്രയും ദുഷ്കരമാണ് ഈ ജീവിതത്തിൽ ചില വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് ഓർത്ത് മുമ്പോട്ട് പോവുക. കൂടി വന്നാൽ മരിച്ചു പോകും, അത്രയല്ലേ ഉള്ളൂ. അതെന്തായാലും ഒരു ദിവസം വേണ്ടേ, എന്തായാലും ഒരു ദിവസം വേണ്ടേ. അതുകൊണ്ട് ആ ശ്രീറാം വെങ്കട്ടരാമന്റെയും മറ്റും കൂട്ടത്തിൽ ഇന്ന് സെൽഫി എടുത്ത യുവാക്കൾക്കും യുവതികൾക്കും അവിടെ തടിച്ചു കൂടിയവർക്കും അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഒരു മോറൽ സപ്പോർട്ട് ധന്യമായിട്ട് കൊടുക്കാൻ സാധിച്ചതിന് ഭാരതമാതാവും ജഗതീശ്വരനും യോഗീശ്വരന്മാരും അവരെ അനുഗ്രഹിക്കട്ടെ. അത് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിക്കും അത്തരക്കാരുള്ള അനുഗ്രഹാശിസുകൾ ഉണ്ടാവട്ടെ. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. അത് കണ്ടപ്പോൾ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അഭിനന്ദിക്കാൻ നിങ്ങൾ ഫേസ്ബുക്കിലോ ഫേസ് പേജിലോ ട്വിറ്ററിലോ എവിടെയെങ്കിലും ഒരു വഴി കണ്ടെത്താം.
ഒരു കത്തെഴുതുക. വളരെ ആശ്വാസകരമാണ്, സന്തോഷകരമാണത് എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.